കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒമാൻ തലസ്ഥാനമായ മസ്കറ്റ് സന്ദർശിച്ചതുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങൾ ഗൾഫ് രാജ്യങ്ങളിലെ ഇന്ത്യൻ പ്രവാസി സമൂഹത്തിന്റെ സാമൂഹിക സാംസ്കാരിക ജീവിതത്തിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് നൽകിയ സ്വീകരണത്തിലെ ഘോഷയാത്രയും അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലെ ചില പരാമർശങ്ങളും ഒമാൻ ഭരണകൂടത്തിന്റെ അതൃപ്തിക്ക് കാരണമായതോടെ പൊതുവേദികളിൽ പരിപാടികൾ നടത്തുന്നതിന് അധികാരികൾ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ഈ നിയന്ത്രണങ്ങളുടെ ഫലമായി പ്രമുഖ ഗായകൻ മധു ബാലകൃഷ്ണന്റെ ഗാനമേള ഉൾപ്പെടെയുള്ള നിരവധി പരിപാടികൾ റദ്ദാക്കേണ്ടി വന്നു. ഗൾഫ് രാജ്യങ്ങളിലെ അതിലോലമായ നിയമവ്യവസ്ഥയും പ്രാദേശിക വികാരങ്ങളെയും മാനിക്കാതെ നടത്തിയ ഈ രാഷ്ട്രീയ പ്രദർശനം ഒമാനിലെ ഇന്ത്യൻ പ്രവാസികളുടെ, പ്രത്യേകിച്ച് മലയാളികളുടെ സാമൂഹിക ഇടം ചുരുങ്ങുന്നതിലേക്കും നയിച്ചിരിക്കുകയാണ്. ഈ സംഭവങ്ങളുടെ വിശദമായ പശ്ചാത്തലം, ഒമാൻ ഭരണകൂടത്തിന്റെ പ്രതികരണം, പ്രവാസികൾ നേരിട്ട നഷ്ടങ്ങൾ, ഈ വിഷയത്തിൽ അന്തർലീനമായ രാഷ്ട്രീയ സാമൂഹിക മാനങ്ങൾ എന്നിവ സമഗ്രമായി തന്നെ വിശകലനം ചെയ്യേണ്ടതുണ്ട്. 2025 നവംബറിൽ മസ്കറ്റിൽ നടന്ന ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഫെസ്റ്റിവലിൽ പങ്കെടുക്കാനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒമാനിലെത്തിയത്. അമിറാത്ത് മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ അദ്ദേഹത്തിന് നൽകിയ വമ്പൻ സ്വീകരണം അതിഗംഭീരമായിരുന്നു. എന്നാൽ ഈ സ്വീകരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഘോഷയാത്രയാണ് എല്ലാ വിവാദങ്ങൾക്കും തുടക്കം കുറിച്ചത്. ഗൾഫ് രാജ്യങ്ങളിൽ പൊതുയിടങ്ങളിലെ പ്രകടനങ്ങൾക്ക് ശക്തമായ നിയന്ത്രണങ്ങളുണ്ട്. പ്രാദേശിക സംസ്കാരത്തിനും മതവികാരങ്ങൾക്കും ഒട്ടും ചേരാത്തതോ അല്ലെങ്കിൽ രാഷ്ട്രീയ സൂചനകൾ ഉള്ളതോ ആയ ദൃശ്യങ്ങൾ ഇവിടെ കർശനമായി നിരോധിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ സ്വീകരണ ഘോഷയാത്രയിൽ ഉൾപ്പെട്ട ചില ഘടകങ്ങൾ ഈ നിയമങ്ങളുടെയും പ്രാദേശിക വികാരങ്ങളുടെയും അതിർവരമ്പുകൾ ലംഘിക്കുന്നതുമായി ഒമാൻ ഭരണകൂടം വിലയിരുത്തി.